നമസ്കാരം. തമിഴകത്ത് പ്രചാരണം കൊടിയിറങ്ങാൻ ഇനി 3 ദിവസങ്ങൾ ബാക്കി. തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് കരകാട്ടം, പൊയ്ക്കാൽ കുതിര, കാവടി, പൂരം ഇതൊന്നുമല്ല. ഇത് തമിഴകത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഉത്സവമാണ്. തേർതൻ തിരുവിഴ. സിനിമ, നാടകം, പാട്ട് എന്നിവ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ തമിഴ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷത്തിമിർപ്പിലാണ് തമിഴ് മക്കൾ. വൈകുന്നേരങ്ങളിൽ ആരംഭിച്ച് രാത്രി വരെ തുടരുന്ന പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും ജനസാഗരം കൊണ്ട് നിറയുകയാണ്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി മതനിരപേക്ഷ പുരോഗമന മുന്നണി ഒരുപാട് മുന്നിലേക്ക് വന്നു. മുന്നണിയുടെ പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എല്ലാ മണ്ഡലങ്ങളും കയറിയിറങ്ങി സന്ദർശിക്കുന്നുണ്ട്. മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും സഹോദരിയും MP-യുമായ കനിമൊഴി സംസ്ഥാനം മുഴുവനും പ്രചാരണത്തിൽ സജീവമായി നിൽക്കും. നമ്മുടെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും 3 ദിവസം പ്രചാരണ റാലികളിൽ പങ്കെടുത്തിട്ടുണ്ട്. AIADMK എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചാണ് അവർ പ്രചാരണ പരിപാടികളും സമ്മേളനങ്ങളും മറ്റും നടത്തുന്നത്. NDAക്ക് വേണ്ടി 7 വട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ പ്രചാരണത്തിന് വേണ്ടി വന്നത്. എന്നാൽ പ്രളയക്കെടുതിയിൽ തിരിഞ്ഞുപോലും നോക്കാത്ത മോദിയെ ജനം വരവേറ്റത് വളരെ പുച്ഛത്തോടെയും സ്വീകാര്യതയില്ലാത്തതുമായ വിധത്തിലാണ്. നടിയും BJP ദേശീയ എക്സിക്യൂട്ടീവിലെ പ്രത്യേക ക്ഷണിതാവുമായ ഖുഷ്ബു പ്രചാരണത്തിനില്ലാത്തത് NDAക്ക് ക്ഷീണിതമായി തുടങ്ങിയിട്ടുണ്ട്. കച്ചത്തീവ് പ്രചാരണ ആയുധങ്ങൾ ഫലമില്ലാതെ പോയതിൻ്റെയും ക്ഷീണത്തിലാണ് BJP. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായില്ലെങ്കിലും തമിഴ്നാട് BJPയുടെ ഒരു പ്രതീക്ഷ ഭൂമിയാണ്. നിലവിൽ BJPക്ക് ഒട്ടും സാധ്യതയില്ലാത്ത സ്റ്റേറ്റാണ് തമിഴ്നാട്. എന്നാൽ എന്ത് വില കൊടുത്തും ഇത്തവണ സീറ്റ് പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. മതനിരപേക്ഷ മുന്നണി നേതാക്കൾ BJP സർക്കാരിൻ്റെ ജനവിരുദ്ധവും സംസ്ഥാന വിരുദ്ധവുമായ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നുമുണ്ട്. ഭാഷാപരവും സാമൂഹിക അടിത്തറയുടെയും അജ്ഞത BJPക്ക് തമിഴ്നാടിനെ എത്തിപ്പിടിക്കാൻ കഴിയാത്തതിനുള്ള പ്രധാന കാരണമാണ്.